ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്നും ചപ്പാത്തി തന്നെ കഴിച്ചു മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് ചിരുവേ തേങ്ങ, 3-4 ചെറിയുള്ളി, 2 പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത്. ഞാനിപ്പോൾ മൊത്തം 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നാക്കി മിക്സാക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് 2 മുട്ട കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഒന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിലും നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം 1-2 തവണ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം ഇത് പാനിൽ നിന്ന് മാറ്റാൻ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ചൂടോടെ കഴിക്കാനൊരു കട്ടൻ ചായ മാത്രം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.